കേന്ദ്ര സർക്കാർ ഓരോ നയപൈസയും ചെലവാക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനോട് കണക്ക് കൊടുക്കാൻ പറഞ്ഞിരുന്നു. കണക്ക് കൊടുത്തോ എനിക്കറിയില്ല. കണക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പ്രകാരമാണോ, ഇതൊക്കെ അന്വേഷിക്കാനാണ് സംസ്ഥാന സർക്കാരിലെ ഒരു ഉദ്യോഗസ്ഥൻ റെസിഡന്റ് കമ്മീഷണർ എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിലുള്ളത്. അദ്ദേഹത്തിൻ്റെ ജോലിയാണിത്. അവിടെ ഒരു PRDയിലെ ഒരു ഉദ്യോഗസ്ഥനും കൂടിയുണ്ട് ഡൽഹിയിൽ. അവർക്ക് ഈ കാര്യങ്ങൾ പത്രക്കുറിപ്പായിട്ടെങ്കിലും ഇറക്കാം. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കണക്ക് കൊടുത്തിട്ടുള്ളത്, അതിലേതൊക്കെ കാര്യങ്ങളിലാണ് കേന്ദ്ര സർക്കാരിന് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കേന്ദ്രം അത് പറയും. ഇന്ന കാര്യങ്ങളിൽ ഞങ്ങളുടെ മാനദണ്ഡവുമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇത് നിവേദനം കൊടുക്കുന്നു, തള്ളിക്കളയുന്നു, അങ്ങനെയുള്ളതല്ല. അതൊരു പ്രോസസ്സിലൂടെയാണ് തീരുമാനം എടുക്കുന്നത്. ആ പ്രോസസ്സ് എവിടെ എത്തി എന്നുള്ളത് സംസ്ഥാന സർക്കാരിന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അവർക്കറിയാമെങ്കിൽ അത് അവർ വിശദീകരിക്കണം. അല്ല, മലപ്പുറത്തിന് ഇമ്മ്യൂണിറ്റി അല്ല. ഈ കള്ളക്കടത്തും സ്വർണ്ണക്കടത്തും പോലെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ആരോപണം ഒരു ADGP നേരിട്ട് പങ്കാളിയാണ്. ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതല വഹിക്കുന്ന അജിത് കുമാറിന് കസ്റ്റഡി കൊലപാതകങ്ങൾ, അതോടൊപ്പം സ്വർണ്ണക്കടത്ത് പോലെയുള്ള കാര്യങ്ങൾ, ഇതിൽ നേരിട്ട് പങ്കാളിത്തമുണ്ട്. ആ പങ്കാളിത്തത്തിന് കാരണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്, അദ്ദേഹത്തിൻ്റെ ബോസ്. ഇതെല്ലാം ചെയ്യുന്നത് ആ മുഖ്യമന്ത്രിയുടെ മരുമകന് വേണ്ടിയാണ്. മുഖ്യമന്ത്രിയുടെ മരുമകൻ്റെ ഒരു പൊതുവായിട്ടുള്ള സംരക്ഷണം ഇതിനൊക്കെയുണ്ട്. ഇതാണ് വന്നിട്ടുള്ളത്. അത് സ്വർണ്ണക്കടത്ത് കരിപ്പൂര് നടന്നാലും തിരുവനന്തപുരത്ത് നടന്നാലും അതിലൊക്കെ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുന്നു എന്നുള്ള ചോദ്യത്തിനാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും മറുപടി പറയേണ്ടത്. അതിൽ ഏറ്റവും കൂടുതൽ കടത്ത് നടക്കുന്ന പ്രദേശം കരിപ്പൂരാണ് എന്നുള്ളത് വസ്തുതയാണ്. ആ കരിപ്പൂരാണ് എന്നുള്ള വസ്തുത, ആ വസ്തുതയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്, ആരുടെ സഹായത്തോടു കൂടിയാണ് മുഖ്യമന്ത്രി കരിപ്പൂരിൽ സ്വർണ്ണക്കടത്ത് നടത്തുന്നു എന്ന ആരോപണം ഉന്നയിക്കുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ തന്നെ സർക്കാരിൻ്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവിന് നേരിട്ട് പങ്കിട്ട് അദ്ദേഹത്തിൻ്റെ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയുള്ള ADGP നേരിട്ട് പങ്കിട്ട് എന്നുള്ള വിവരം പുറത്തു വന്നിട്ട് അതിൽ വിശദീകരിക്കുന്നതിന് പകരം അദ്ദേഹം ഈ ആരോപണം ആവർത്തിക്കുകയല്ല വേണ്ടത്. ആരോപണത്തിൻ്റെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം, ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് നടപടിയെടുക്കണം. അതോടൊപ്പം ഈ കാര്യങ്ങൾ അദ്ദേഹം അറിഞ്ഞിട്ട് അദ്ദേഹം എന്തെങ്കിലും തുടർ നടപടികൾ എടുത്തോ? അതാണ് ഗവർണർ ചോദിച്ചത്. രാജ്യദ്രോഹ കുറ്റം നടക്കുന്നു എന്നൊരു മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോടും പൊതുവേദിയിലും പറയല്ല വേണ്ടത്, അത് തടയാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കുകയാണ് വേണ്ടത്. അതെന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതാണ് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്.